ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും പറ്റിയൊരു മീലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ഇതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അത്രയ്ക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീലാണിത്. അപ്പോൾ വരൂ, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചാമയോ തെനയോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പാക്കറ്റിലുള്ള ചാമയരിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പാക്കറ്റ് തന്നെ വേണമെന്നില്ല. പാക്കറ്റിലുള്ളതോ ലൂസായിട്ടോ ഉള്ള ഏത് ലിറ്റിൽ മില്ലറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 125 ml കപ്പിന് 1 കപ്പ്, അതായത് അരക്കപ്പ് ചാമയരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 കപ്പിന് 2 കപ്പ് എന്ന കണക്കിന് അരക്കപ്പിന് 1 കപ്പ് വെള്ളമൊഴിച്ച് അടച്ച് ഒരു രാത്രി കുതിരാൻ വയ്ക്കാം. ഞാനിവിടെ 125 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമുക്കിതിനാവശ്യമായ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം. 1 കപ്പ് സവാള ചോപ്പ് ചെയ്യാം. അതുപോലെ 1/2 കപ്പ് സ്പ്രിംഗ് അണിയൻ, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് ബ്രൊക്കോളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ബ്രൊക്കോളിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബ്രൊക്കോളി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 10 വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ചെറുതായിട്ട് വഴറ്റാം. സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും തന്നെ ഒരുപാട് വഴറ്റരുത്. അതിൻ്റെ കളറൊന്നും മാറാതെ കടുകടാന്ന് തന്നെ ഇരിക്കുന്ന പോലെ വഴറ്റിയെടുക്കാം. ക്യാരറ്റിന് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇട്ട് വഴറ്റുന്നത്. പച്ചക്കറികളുടെ നിറം മാറാതെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. പച്ചക്കറികൾ വെന്തു പോകാതെ പകുതി വേവിൽ വഴറ്റിയെടുക്കുക. ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായി വഴന്നതിന് ശേഷം പച്ചക്കറികളുടെ നിറവും മണവും ക്രഞ്ചിനെസ്സും മാറുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റിൻ്റെ ആ കുതിർത്ത വെള്ളം തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ആ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ ഇട്ട് വേകുന്നത് വരെ അടച്ചു വെക്കാം. വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇനിയും അടപ്പ് തുറന്ന് നോക്കി വെള്ളം പറ്റി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെന്തത് പോരെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കാം. ഇനിയും നമ്മുടെ മില്ലറ്റ് വെന്തോന്ന് നമുക്ക് തുറത്ത് നോക്കാം. മില്ലറ്റ്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി തോർത്തിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് പറ്റിച്ച് പിച്ചിക്കേറി
ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഈ ചോറ് അടിപൊളിയായിരിക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ച് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഫുൾ മീൽ പ്രോട്ടീൻ റിച്ചുമാണ്, അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഫ്രീയുമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.